ഓം സദ്ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതിയേ നമഃ. ഓം സംസരസ്വതീ നമഃ. അരുണാരുണകല്ലോല കരുണാകലിതാത്മനേ നരാനുഗ്രഹരൂപായ ഗുരവേ കുസുമാഞ്ജലി. പ്രിയ കുടുംബാംഗങ്ങളെ, ഏവർക്കും സ്വാഗതം. നമ്മൾ പുരൂരവസിന്റെയും ഉർവശിയുടെയും കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. ഉർവശി പുരൂരവസിന്റെ മഹാത്മ്യത്തെ, കീർത്തിയെ, പ്രാഭവത്തെ കേട്ട് ഭൂമിയിലേക്ക് വന്നു. ഉർവശിയെ കണ്ട മാത്രയിൽ തന്നെ പുരൂരവസ് ഉർവശിയിൽ ആകർഷനായിട്ട് അവരെ സ്വാഗതം ചെയ്യുകയാണ്. പുരൂരവസ് പറയുകയാണ്, സർവധൂജനമൗലിരത്നമായി വസിച്ചിടും ഉർവശി ദേവി തവ സ്വാഗതം ഭവിച്ചിതോ. ഉർവശി, അങ്ങ് ഇവിടേക്ക് തന്നെ സ്വയം ആഗതയായോ? ഞാൻ കേട്ടിട്ടുണ്ട് ദേവലോകത്തെ സുന്ദരിയായ ഉർവശിയെ പറ്റി. ആ ഉർവശി സത്യമായി എന്റെ മുന്നിൽ പ്രകടമായിരിക്കുകയാണോ എന്ന് ചോദിച്ചു. നിന്നെ കണ്ടത് മൂലം എന്നുടെ ജന്മത്തിനും വന്നിതോ നേത്രങ്ങൾക്കും സാഫല്യം മനോഹരേ. എന്നുടെ കണ്ണിന് മാത്രമല്ല, നിന്നെ കണ്ടതുമൂലം എന്റെ ജന്മം കൂടി സഫലമായി എന്ന് പറയുക. നിന്നോട് ഒരുമിച്ചു കാമലീലകൾ ചെയ്യുവാൻ എന്നുള്ളിൽ അഭിലാഷമെത്രയോ വളരുന്നു. നിന്നോടൊന്നിച്ച് കുറെ കാലം കഴിയണമെന്നുള്ള എന്റെ ആഗ്രഹം നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു. എന്റെ മനസ്സത് ഉറപ്പിച്ചു നിന്നോടൊപ്പം കഴിയണമെന്ന്. എന്നതു കേട്ട നേരം ഉർവശിദാനം ചൊന്നാൽ, സുന്ദരാകൃതേ ഞാനും വന്നതിന്നതു തന്നെ, വന്നതിന്നതു തന്നെ കാമസുന്ദര. ഞാനും വന്നത് അതിനു തന്നെയാണ്. എനിക്ക് അങ്ങ് പറഞ്ഞ ആഗ്രഹം പോലെ എനിക്കും അങ്ങയിൽ ആഗ്രഹമുണ്ട്. സുന്ദരാകൃതേ ഞാനും വന്നതിന്നതു തന്നെ, വന്നതിന്നതു തന്നെ കാമസുന്ദര. നിന്നെ കാമിക്കാതിരിക്കുമോ കാമിനി ജനമോ ദേവനാരിമാരെന്നാകിലോ. ഞാനും നിന്നെ കാണാനായിട്ട് അതിന് തന്നെയാണ് ഞാനും വന്നിരിക്കുന്നത്. നിന്നെ ഇത്രയും രൂപലാവണ്യമുള്ള നിന്നെ ദേവസുന്ദരികളാണെങ്കിൽ കൂടിയും എങ്ങനെയാണ് മോഹിക്കാതിരിക്കുക? ആ ദേവസുന്ദരികൾ കൂടി നിന്നിൽ അസൂയുള്ളത് കൊണ്ടാണ്, നിന്റെ സൗന്ദര്യത്തിൽ വശരായി നിന്നത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ദേവലോകത്ത് നിന്ന് നിന്നെ കാണാനായിട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ വരുന്നതിന് മുന്നേ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ദേവസുന്ദരികൾ വന്ന് തട്ടിക്കൊണ്ടുപോയാലോ? അതിനു മുന്നേ ദേവസുന്ദരികൾ പോലും ഭ്രമിച്ചിരിക്കുന്ന ആ കാലത്ത് പെട്ടെന്ന് ഞാൻ അങ്ങേ കാണാൻ വന്നിരിക്കുകയാണ്. ഇന്നു ഞാനൊരു വാക്കു ചൊല്ലുവൻ കേൾക്ക ഭവാൻ. ഉണ്ടെനിക്കിന്നു രണ്ടു മേഷബാലന്മാർ, അതു കണ്ടാലും ഭവാൻ മമപുത്രരെക്കാളും പ്രിയോ. ഞാൻ പെട്ടെന്ന് ഓടി വന്നു. എനിക്ക് 2 ആട്ടിൻകുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് ടൈം പാസ് വേണമല്ലോ. ഈ ഡാൻസ് ഒക്കെ കളിച്ച് വിശ്രമമൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും ഡാൻസിന് സമയത്ത് മാത്രം ഇന്ദ്രസഭയിലോട്ട് ചെന്നാൽ മതിയല്ലോ. ബാക്കി സമയത്ത് ആടിന് പുല്ല് പറിച്ചുകൊണ്ട് സമയം കളയാമായിരുന്നല്ലോ. ഞാൻ 2 ആട്ടിൻകുട്ടികളെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിനെയും കൊണ്ടാണ് പോകുന്നത്. ഇനി ഞാനില്ലാത്തത് കൊണ്ട് അവിടെ ഇതിന് പുല്ല് പറിച്ചു കൊടുക്കാൻ ആരുമില്ലല്ലോ. അതിനെ ഞാൻ കൂടെ ഇഞ്ഞ് കൊണ്ടുപോന്നിട്ടുണ്ട്. അത് നമ്മുടെ മക്കളെക്കാൾ കാര്യമായിട്ട് അതിനെ ശ്രദ്ധിക്കണം. ഭവാൻ മമ പുത്രരെക്കാളും പ്രിയം. എനിക്ക് എന്റെ നമുക്ക് സന്തതികളെക്കാൾ പ്രിയമാണ് ഈ ആട്ടിൻകുട്ടികൾ. കണ്ടാലും ഭവാൻ മമ പുത്രരെക്കാളും പ്രിയം, കാത്തുകൊള്ളുക വേണം അവരെ വിശേഷിച്ചു. പാർത്ഥിവ ശിഖാമണി. അല്ലയോ ചക്രവർത്തീന്ദ്ര, അങ്ങ് ഇതിനെ 2നെയും ശുശ്രൂഷിക്കണം. 1. ഇനി 2. ഇവിടെ 2ാമത്തെ കാര്യം പറയുന്നത്, മെത്തമേലി നിന്നെ നഗ്നനായി കണ്ടിടുകിൽ തത്ര ഞാൻ ഗമിച്ചേ
കിരീടം സത്യമെന്നറിഞ്ഞാലും അങ്ങനെ അങ്ങ് എന്നോട് സഹശയനം ചെയ്യുമ്പോഴൊഴികെ അങ്ങയെ ഞാൻ നഗ്നനായിട്ട് കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാന് ഉടൻ തന്നെ നിന്നെ വിട്ടുപിരിയും. അങ്ങനെ തന്നെയെന്നു ഭൂപതി പ്രവരനോ ഒന്നിച്ച് അന്യോന്യമനുരാഗം മുഴുത്തു വരികയാൽ ഒന്നിച്ച് കാമലീല ചെയ്തവരാ ഓരാത്രം ദേവതോദ്യാനങ്ങളിൽ ക്രീഡിച്ചു മരുവിനാൻ. അവിടെ ഒരു കാര്യം ഭഗവാൻ എഴുത്തച്ഛന് ഒഴിവാക്കിയിട്ടുണ്ട്. 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. 1, എന്റെ ആട്ടിൻകുട്ടികളെ സംരക്ഷിക്കണം. 2, അങ്ങയെ മെത്തയിൽ എന്റെ കിടപ്പറയിൽ ഒഴികെ നഗ്നനായിട്ട് എങ്ങും കണ്ടുകൂടാ. 3ാമതൊന്ന് പറയുന്നുണ്ട്, ഭാഗവതം പറയുന്നു, ഞാന് അമൃത് മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. ആ അമൃത് ഇവിടെ ഭൂമിയിൽ കിട്ടത്തില്ലല്ലോ. അമൃതം വാ ആജ്യം. ദേവലോകത്ത് അവർ അമൃത ഭക്ഷിക്കുന്നത്. ഭൂമിയിൽ വന്നപ്പോഴ് അമൃത് സമമായിട്ടൊന്നുണ്ട്, അമൃതം വാ ആജ്യം. ഞാന് ആജ്യം മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ, നെയ്യ് മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. കാരണം ദേവലോകത്തെ ശീലം അതാണ്. ഭൂമിയിൽ അമൃതിന് തുല്യമായിട്ടുള്ളതാണ് നെയ്യ് എന്ന് പറയാനും ഈ ഒരു അവസരം നമുക്കെടുക്കാം. അത്ര ഗുണമുണ്ട് നെയ്യ്. കുട്ടികളായിരിക്കുമ്പോൾ ചെറിയ പ്രായത്തിലെ നല്ലവണ്ണം നെയ്യും തൈരും മോരും ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് ബുദ്ധിശക്തിയും ആരോഗ്യവും വർദ്ധിക്കുമെന്ന് നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞു തരാറുണ്ട്. കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിലെ അതിന് ആഹാരത്തിൽ മോര്, തൈര്, നെയ്യ് ഇതെല്ലാം ചേർത്ത് കുട്ടിക്ക് കൊടുക്കണം. ഒരു പ്രായം കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തൈര് കഴിക്കുമ്പോഴും മോര് കഴിക്കുമ്പോഴും ഒക്കെ ജലദോഷങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാം. അത് ചെറിയ പ്രായത്തിൽ ശീലിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല പുഷ്ടി, നല്ല ബലം കിട്ടും. ഒരു പക്ഷേ പാരമ്പര്യമായിട്ട് കൃഷഗാത്രരാണെങ്കിൽ കൂടി വലിയ ശക്തി ഈ മോരും തൈരും നെയ്യും ഒക്കെ തരും. അപ്പൊ അമൃതിന് തുല്യമാണെന്ന് പറയാം. അമൃതം വാ ആജ്യം, നെയ്യാണ് അത് തുല്യമായിട്ടുള്ളത്. അങ്ങനെ ഇങ്ങനെ 3 കണ്ടീഷൻസ് വെക്കുന്നുണ്ട്. ഭാഗവതം 2 പറയുന്നുള്ളൂ. കാരണം ആജ്യം ഇതിനു മുന്നേ തന്നെ ഭാരതത്തിൽ എല്ലാ കർമ്മത്തിനും വളരെ വിശിഷ്ടമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഭക്ഷ്യവസ്തുവായതുകൊണ്ട് ഭഗവാൻ എഴുത്തച്ഛൻ അതിനെ ഒഴിവാക്കിയതാകാം എന്ന് കാണാം നമുക്ക്. അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എന്തായാലും ഇതൊന്നും ശരിയായിട്ട് പാലിക്കാൻ കഴിയുകയില്ല പുരൂരവസനെന്ന് ഉർവശിക്കറിയാം. അവരൊരു ഉപാധി വെച്ചതാണ്. എന്തിനാണ്? ഇദ്ദേഹത്തോടൊപ്പം വസിച്ച് കുറെ കാലം കൊണ്ട് തിരിച്ച് തനിക്ക് ദേവലോകത്ത് തന്നെ ചെല്ലണം. അപ്പൊ ഇപ്രകാരമൊക്കെയുള്ള വാക്കുകളിൽ കൂടി പാട്ടിലാക്കുകയും ചെയ്യാം, കാലം കൊണ്ട് തനിക്ക് സ്വസ്ഥയാകുകയും ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയാണ് ഉർവശി ദേവി ഇതൊക്കെ പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് ദേവിയുടെ ഈ സൗന്ദര്യവും ആശ്ചര്യവും ആ ചാതുര്യവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴ് എല്ലാവരെയും മോഹിപ്പിക്കുന്ന ആ സൗന്ദര്യത്തില് ഇനി ഏത് കണ്ടീഷൻ വെച്ചായാലും അതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് അവരെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അപ്പോ ദേവന്മാർക്ക് മാത്രം പ്രാപ്തയായ നിന്നെ ഏതൊരു മനുഷ്യനാണ് കാമിക്കാതിരിക്കുന്നത്? കാരണം ദേവലോകത്ത് മാത്രമാണല്ലോ അവർ അധിവസിക്കുന്നത്. അങ്ങനെ അവരെ സ്വീകരിച്ച് ഉർവശിയോടുകൂടി പുരൂരവസ് ദേവന്മാർ ക്രീഡിക്കുന്ന ചൈത്രരഥം, ദേവതോദ്യാനങ്ങൾ, ചൈത്രരഥം, പിന്നെ നന്ദനം, പാരിഭദ്രം തുടങ്ങിയ ദേവതോദ്യാനങ്ങളില് അവരെ കൊണ്ടുപോകാൻ പറ്റും. കാരണം ദേവ സുന്ദരിയാണല്ലോ ഉർവശി, അവർക്ക് എവിടെയും കൊണ്ടുപോകാം. അവര് അദ്ദേഹത്തെ കൊണ്ട് ദേവതോദ്യാനങ്ങളിലൊക്കെ ക്രീഡിച്ചു. ആ പുരൂരവസ് ആ സുന്ദരിയിൽ ശരിക്കും അടിമപ്പെട്ടവനായി തീർന്നു. താമര ഗന്ധം പോലെ മനോഹരമായ അവളുടെ മുഖമണ്ഡലത്തിലെ ആ മുഖമണ്ഡലത്തിന്റെ സൗന്ദര്യത്തില് അപഹൃത ചിത്തനായ പുരൂരവസ് വളരെ കാലം അവളോടൊത്ത് ചേർന്ന് ആനന്ദിച്ചു. പുരൂരവസ് വളരെ കാലം ഉർവശിയോടൊത്ത് വസിച്ചപ്പോഴ് ഉർവശിയില്ലാതെ
ദേവലോകം ശോഭിക്കുന്നില്ല എന്ന് ഇന്ദ്രന് മനസ്സിലായി. ഇന്ദ്രൻ ഗന്ധർവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, വേഗം ചെല്ലുക, ഉർവശിയെ തിരിച്ച് ഇന്ദ്രലോകത്ത് കൊണ്ടെത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഗന്ധർവന്മാർക്കറിയാം എന്തുകൊണ്ടാണ് ഉർവശി ഭൂമിയിൽ പോയത്. അവിടുന്ന് തിരിച്ചു വരാൻ അവരെന്താണ് ഉപാധികൾ വെച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ ഗന്ധർവന്മാര് വന്നിട്ട് രാത്രിയില് ഈ ആട്ടിൻകുട്ടികളെ പിടിച്ചു. ആട്ടിൻകുട്ടി മേ 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 നലയ്ക്കാൻ തുടങ്ങി, ഒച്ച വെച്ച് ബഹളമായി രണ്ടും കൂടി. ഇവര് രാത്രിയില് ആനന്ദത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആട്ടിൻകുട്ടികളുടെ ആ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ വസ്ത്രം എടുത്തു കൊടുത്തുകൊണ്ട് ഉർവശി ദേവി ഇറങ്ങി. പുരൂരവസാകട്ടെ എഴുന്നേൽക്കാൻ തയ്യാറായില്ല. വളരെ കാഠിന്യമുള്ള വാക്കുകളെ കൊണ്ട് നിന്ദിച്ചു ഉർവശി. ആ നിന്ന കേട്ട് അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി ഓടി വാളുവെടുത്തിട്ട് വെളിയിൽ ചെന്നു. ആട്ടിൻകുട്ടികളെ നോക്കിയപ്പം ആട്ടിൻകുട്ടികളെ വിട്ടുകളഞ്ഞു ഗന്ധർവന്മാര്. പെട്ടെന്ന് ഒരു മിന്നൽ ഉണ്ടാക്കിയപ്പോൾ ഈ സ്ത്രീയുടെ കാഠിന്യ വാക്കുകൾ, പരുഷ്യവാക്യങ്ങൾ കേട്ടുകൊണ്ട് വാളെടുത്തുകൊണ്ട് ഓടിയപ്പോൾ വസ്ത്രം നഷ്ടമായി പോയി, വസ്ത്രം ഉടുക്കാൻ മറന്നുപോയി. അത് ഒരവസരമായി കണ്ടുകൊണ്ട് ഉർവശി ദേവി അവിടുന്ന് പോവുകയാണ്. ദേവതോ ധ്യാനങ്ങളിൽ ക്രീഡിച്ചു മരുവിനാൽ കേവലം കാലം പോയതേതും അറിഞ്ഞില്ല. ഇത്തരമോ ബഹുകാലം കഴിഞ്ഞോരനന്തരമത്തലോട് ഉർവശിയെ കാണാഞ്ഞു മഹേന്ദ്രനോ ഗന്ധർവന്മാരെ തിരഞ്ഞിടുവാൻ നിയോഗിച്ചു. ഗന്ധർവന്മാരും ചെന്നു രാത്രിയിൽ നൃപാന്തികെ ചെന്നുടൻ മേഷബാലയുഗ്മത്തെ പിടിച്ചപ്പോൾ കിന്നത പൂണ്ട് കരഞ്ഞിടിനാർ മേഷങ്ങളോ. ഒച്ച കേട്ടതു നേരം ഉർവശി ചൊല്ലിടിനാൻ, നിശ്ചയമോ ചോരർ വന്നു കൊണ്ടുപോയി മേഷങ്ങളെ. അന്ധനാകിയ ഭവാൻ എന്തിപ്പോൾ ഇളകാത്തു. ബന്ധുവായി എനിക്കൊരു പുരുഷനില്ലയല്ലോ. നാരിയും പുരുഷനുമല്ലാത്ത ജനങ്ങളെ പാരാതെ വിശ്വസിച്ചാൽ ഇങ്ങനെ വരുമല്ലോ. ഈ ഗന്ധർവന്മാര് വന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. രാത്രിയല്ലേ, പെട്ടെന്ന് ഇറങ്ങി പോകണോ? എന്താണ് അവിടെ നടക്കുന്ന അപകടം എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടൊരു ഭയവുമുണ്ട് പുരൂരവസിന്. അപ്പോൾ ആ ഭയം കൊണ്ട് അദ്ദേഹം ഒന്ന് മടിച്ചു. ആദ്യം ഇറങ്ങണ്ട എന്ന് കരുതി. സ്വാഭാവികമാണത്, ആർക്കും ഉണ്ടാകും. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഒരു ഒച്ച കേട്ടി കഴിഞ്ഞാല് പെട്ടെന്ന് ആരും ഇറങ്ങാൻ തയ്യാറാകില്ല. എന്നാല് പകൽ ഇവരെ കണ്ടു കഴിഞ്ഞാലോ തന്നോളം ധൈര്യം മറ്റാർക്കുമില്ല എന്ന് തോന്നും. അങ്ങനെയാണ് നടക്കുന്നതും പറയുന്നതും. രാത്രിയിൽ ഭയചകിതനായി കഴിയുകയും ചെയ്യും. അപ്പോൾ പകൽ പുരുഷത്വവും രാത്രിയിൽ നപുംസകത്വവുമാണ്. അതുകൊണ്ടാണ് നാരിയും പുരുഷനുമല്ലാത്തവനെന്ന് ഉർവശി ദേവി പറയാൻ കാരണം. പകല് പുരുഷനാണെന്ന് അഭിമാനിയാണ്, രാജാവാണ്, ധൈര്യവാനാണ്, വീര്യഗുണങ്ങളുള്ളവനാണ്. രാത്രിയായപ്പോഴോ ഭയപ്പെട്ട് അകത്ത് കിടക്കുന്നത് കൊണ്ട് നാരിയും പുരുഷനുമല്ലാത്തതിന് തുല്യനായിട്ട് ദേവി കണ്ടുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഭള്ളു പറയുന്നത്. നാരിയും പുരുഷനുമല്ലാത്ത ജനങ്ങളെ പാരാതെ വിശ്വസിച്ചാൽ ഇങ്ങനെ വരുമല്ലോ. ഇത്തരം പലവിധം ക്രൂരവാക്യങ്ങൾ കേട്ട് ചിത്തത്തിൽ കോപത്തോടും ഉദ്ധാനം ചെയ്തു ധ്രുവൻ ഖഡ്ഗവും എടുത്ത ശുകൂരിട്ടു തന്നെ നിർഗമിച്ചതോ. ശബ്ദം കേട്ടോരു ദിക്കു നോക്കി കോപം കൊണ്ടപ്പോൾ നഗ്നൻ താനെന്നു നനച്ചില്ല. വേപതു പൂണ്ടുവാളു വിളക്കി ചെല്ലും നേരം മായയാ മിന്നലൊന്നു നിർമ്മിച്ചു. ഗന്ധർവന്മാർ ആയതാക്ഷിക്കു കാട്ടിക്കൊടുത്തു. നരേന്ദ്രനേ ആയതാക്ഷി, ആയതമായ കണ്ണുകളോടുകൂടിയവൾ, സുന്ദരിയായവൾ, വിടർന്ന് വികസിച്ച കണ്ണുകളോടുകൂടിയവൾ, സുന്ദരിയായിരിക്കുന്ന ആ ഉർവശിക്ക്
ഗന്ധർവന്മാര് പുരൂരവസിനെ നഗ്നനാക്കി കാട്ടിക്കൊടുത്തു. എങ്കിൽ മാത്രമേ ദേവി സ്വർഗത്തേക്ക് ചെല്ലുകയുള്ളൂ എന്ന് അവർക്കറിയാമായിരുന്നു. മേഷശാപകങ്ങളെ വീണ്ടിട്ട് സരഭ സംരോഷേണ നരപതി കൊണ്ടിങ്ങു പോന്നിടിനാൻ. കുറച്ചു ദൂരെ ആട്ടിൻകുട്ടികളെ ഇട്ടിട്ടാണല്ലോ ഗന്ധർവന്മാര് പോയത്. ചെന്നു, നമുക്ക് ആട്ടിൻകുട്ടികൾ രണ്ടുമുണ്ട്. ആ രണ്ടിനെയും കൂടെ തൂക്കി പിടിച്ച് ദേഷ്യത്തോടു കൂടി കൊണ്ടുവന്ന് അവിടെ കൊണ്ടിട്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് മണിയറയിൽ തന്നെ ചെന്നു. ഉർവരോഷേണ നരപതി കൊണ്ടിങ്ങു പോന്നിടിനാൻ. ഉർവശി തന്നെ എതിർപ്പേ കാണാഞ്ഞ് ദുഃഖത്തോടും ഉർവീശൻ മത്തന്മാരെ പോലെ അങ്ങ് എല്ലായിടവും സഞ്ചരിച്ച് ഉർവശിയെ തിരഞ്ഞു നടക്കുമ്പോൾ അഞ്ചാത ഗുരുക്ഷേത്രേ ചെന്നിതങ്ങൊരു ദിനമോ അന്നേരമോ സരസ്വതീ തീരത്തങ്ങുർവശിയെ മിന്നലെന്ന പോലെ കണ്ടു ഭൂപതി ശ്രേഷ്ഠ. അങ്ങനെ ഗന്ധർവന്മാര് മഹാനിശയിൽ പുരുരസന്റെ രാജധാനിയിൽ വന്ന് ആട്ടിൻകുട്ടികളെ പിടിച്ചോണ്ടുപോയി. മഹാനിശ എന്ന ഭാഗവതം പറയാൻ കാരണം രണ്ടാമത്തെ യാമത്തിന്റെ അവസാന നാഴിക, മൂന്നാമത്തെ യാമത്തിന്റെ ആദ്യ ഒരു നാഴിക, ഇത് രണ്ടും കൂടെ ചേരുന്നതിന് മഹാനിശ എന്നാണ് പറയുക. മഹാനിശയിലാണ് സംഭവിച്ചത്. രണ്ടാം യാമം കഴിഞ്ഞു, അതില് അവസാനത്തെ ഒരു നാഴിക. മൂന്നാം യാമം ആരംഭിച്ചു, അതിൽ ആദ്യത്തെ ഒരു നാഴിക. അതിന് മഹാനിശ എന്നാ പറയുന്നത്. ആ മഹാനിശയിലാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്നു. മഹാനിശെ ദ്വേ ഘടികെ രാത്രവും മധ്യമാവും. അതാ മധ്യ സമയത്ത്, രാത്രി മധ്യയാമം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ എന്തായിരുന്നാലും ആ ഉർവശി ഇദ്ദേഹം നഗ്നനാണെന്ന് കണ്ട് അവിടെ വിട്ടുപോവുകയാണ്. പിന്നെ അദ്ദേഹം ഇത് അവരുടെ വളരെ വിശദമായിട്ട് ഭാഗവതം പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തായാലും ആ ഉർവശിയും പുരൂരവസും തമ്മിലുള്ള ആ ശബ്ദം അറിയാവുന്നത് കൊണ്ട് ഗന്ധർവന്മാര് അതിന് വേണ്ടതൊക്കെ ചെയ്തു. ഉർവശി രാജാവിനെ വിട്ടുപോന്നു. ആട്ടിൻകുട്ടികളെയും കൊണ്ട് തിരിച്ചെത്തിയ പുരൂരവസ് ഉർവശിയെ കാണാഞ്ഞ് വിചാരശക്തി നശിച്ചവനെ പോലെയായി. ഉർവശിയെ ചിന്തിച്ച് ഖേദത്തോടെ പല ദിക്കിലും അദ്ദേഹം നടന്നു, ഭൂമിയിൽ ചുറ്റി നടന്നു. പുരൂരവസ് അവസാനം കുരുക്ഷേത്രത്തില് സരസ്വതീ നദിയുടെ തീരത്ത് ഉർവശി ദേവിയെ കണ്ടു. ആ പുരൂരവസ് ഉർവശിയുമായിട്ടുള്ള സംസാരം നടക്കുകയാണ്. അവളോടുകൂടി സഖന്മാരായിട്ട് വേറെ 5 പേരുണ്ട്. അവരുടെ മുഖങ്ങളിൽ വളരെ സന്തോഷവുമുണ്ട്. കാരണം അവര് സ്വസ്ഥയായി ഇന്ദ്രലോകത്തേക്ക് എത്താൻ പോകുന്നത് ഇന്ദ്രിയങ്ങൾക്ക് സുഖമാണല്ലോ. അപ്പം ആ ഒപ്പം ഉള്ളവരുടെ ഇന്ദ്രിയനാഥനാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ ഇന്ദ്രിയങ്ങൾക്ക് വശനുമാണ്. പഞ്ചേന്ദ്രിയങ്ങളാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ നാഥനാണ് ഇന്ദ്രൻ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് അവരോടൊപ്പം കാണുന്ന 5 സഖന്മാരായിട്ട് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ചെന്ന് ഉർവശിയെ കണ്ടു. അവിടെ ചെന്ന് പറയുകയാണ്, മിന്നലെന്നതുപോലെ കണ്ടു ഭൂപതി ശ്രേഷ്ഠന് ചൊല്ലിനാൻ, മമജയെ നിൽക്ക നീ ചൊല്ലുവാനുണ്ട് ഗൂഢമായ അവസ്ഥകൾ. എന്നെ നീ വെടിഞ്ഞിടുന്നാകിലോ ഞാനും തവ മുന്നിൽ നിന്നാശു ജീവത്യാഗവും ചെയ്തിടുവൻ. എന്നുടെ ദേഹമെന്നു മൃഗങ്ങൾ തിന്നിടേണം, പിന്നെ ഞാൻ സ്വർഗേ വന്ന് നിന്നോടോ ചേർന്നിടുവേ.